അതിശയിക്കുന്ന വിസ്മയങ്ങൾ. അത്തരമൊരു അത്ഭുത കാഴ്ച തേടിയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഒരുപാട് ദൂരമൊന്നും സഞ്ചരിക്കേണ്ട, നമ്മൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന സ്ഥലത്ത്, നമ്മുടെ തൊട്ടടുത്ത് തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് നിന്ന് 200 കിലോമീറ്റർ യാത്ര ചെയ്താൽ മതി. ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറയുന്നത് പോലെ ഇന്ത്യക്ക് പുറത്തുള്ള മറ്റേതോ ഒരു ലോകത്ത് എത്തിയതുപോലെ. 2019 പുറത്തിറങ്ങിയ ധനുഷ് ചിത്രമായ അസുരനിലെ ആ പൊടിപാറും ഫൈറ്റ് സീൻ ഓർമ്മയില്ലേ? ആ ലൊക്കേഷൻ തന്നെ. തെരിക്കാട്. തെരി എന്നാൽ ചുമന്ന മണൽക്കൂന എന്നർത്ഥം. പേര് പോലെ തന്നെ തീക്കാട്. ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിഗൂഢത അവശേഷിപ്പിച്ച് കടന്നു കളയാറുണ്ട്. നമ്മൾ ഭ്രാന്തമായി അതിന് പിറകെ ഓടും. എത്ര പഠിച്ചാലും അറിഞ്ഞാലും ഒരു ദുരൂഹത ബാക്കിയാകും. വീണ്ടും വീണ്ടും അത് നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ മനസ്സിലെ വിസ്മയം ചുറ്റിലുമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നും അവരിലും അതേ ആവേശം സന്നിവേശിപ്പിക്കണമെന്നും നമ്മൾ അതിയായി ആഗ്രഹിക്കും. അത്തരമൊരു തോന്നലിൻ്റെ ബാക്കിപത്രമാണ് ഈ വീഡിയോ. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ല പ്രസിദ്ധമായ മുരുകക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന തിരുച്ചെന്തൂരിന്റെ സമീപത്താണ് തെരിക്കാട്. വിജനമായ പ്രദേശം, കണ്ണെത്താ ദൂരത്തോളം ചുമന്ന ഭൂമി, ചുറ്റിലും കാറ്റിന്റെ ഹുങ്കാര ശബ്ദം മാത്രം. ഭൂമിശാസ്ത്രപരമായി ചരിത്രപരമായി ഒരുപാട് പ്രാധാന്യമുള്ള പ്രദേശം. 50 ചതുരശ്ര കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന ഭൂമി. മരുഭൂമിയാണോ എന്ന് ചോദിച്ചാൽ ഭൂമിശാസ്ത്രപരമായി അല്ല എന്ന് ഉത്തരം. വർഷത്തിൽ ലഭിക്കുന്ന മഴയുടെ അളവ് 60 മുതൽ 70 സെന്റിമീറ്റർ വരെയാണ്. അതുകൊണ്ട് തന്നെ തെരിക്കാട് മരുഭൂമിയുടെ ഡെഫിനിഷനിൽ വരില്ല. എന്നാൽ മണൽക്കൂനകൾ, മണൽക്കാറ്റ്, അങ്ങനെ മരുഭൂമിയുടെ എല്ലാ സ്വഭാവ സവിശേഷതകളും ഇതിനുണ്ട് താനും. പണ്ടെങ്ങോ സമുദ്ര സാന്നിധ്യം ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നു അത്ര ഇത്. ക്രമേണ കടൽ പിൻവാങ്ങുകയും മണൽ മാത്രം അവശേഷിക്കുകയും ചെയ്തു. വർഷം മുഴുവൻ കനത്ത കാറ്റും ചൂട് പിടിച്ച കാലാവസ്ഥയുമാണെങ്കിലും അതിശക്തമായ മഴ വരുന്ന സമയത്ത് കുളങ്ങളും തടാകങ്ങളും ഇവിടെ രൂപപ്പെടും. പക്ഷേ അവയ്ക്ക് അധിക നേരം ആയുസ്സുണ്ടാവില്ല. അതിനാൽ തന്നെ ഇവിടെ സ്വാഭാവികമായ പച്ചപ്പ് ഉണ്ടാവുകയേയില്ല. അതിശക്തമായ ഒരു പ്രത്യേകതരം കാറ്റാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ കാറ്റ് ഇവിടെ മണൽക്കൂനകൾ ഉണ്ടാക്കും. മണൽക്കൂനകൾ ഉണ്ടാക്കുക മാത്രമല്ല, മണൽക്കൂനകളെ ഈ പ്രത്യേകതരം കാറ്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കിക്കൊണ്ടുപോവുകയും ചെയ്യും. ഇരുമ്പയിരുകളായ ഹേമറ്റൈറ്റ് ഉൾപ്പെടെയുള്ളവയുടെ സാന്നിധ്യമാണ് ഈ മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്. പുരാതന കാലത്ത് അയിര് വേർതിരിച്ചെടുത്ത് ഇവിടെ ഇരുമ്പ് ഉരുക്ക ഉൽപാദനം നടന്നിരുന്നതായി പറയപ്പെടുന്നു. കരിമ്പനകൾ, പറങ്കിമാവിന്റെ മരം, ചില കുറ്റിച്ചെടികൾ എന്നിവ ഈ ചുവന്ന മരുഭൂമിയിൽ അങ്ങിങ്ങായി കാണാം. ഇത് സ്വാഭാവികമായിട്ടുണ്ടായ ചെറുവനങ്ങളല്ല. ഇത് രൂപപ്പെടുത്തിയെടുത്തതിന് പിന്നിൽ ഒരു മനുഷ്യാധ്വാനമുണ്ട്. മണൽക്കൂനകളുടെ സ്ഥാനമാറ്റം തടയാനായി 1848 അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരികളാണ് ഇവിടെ കരിമ്പനകളും കുറ്റിച്ചെടികളും വച്ചുപിടിപ്പിച്ചത്. അപൂർവമായ കാട്ടുമുയൽ, കാട്ടുപൂച്ച, പലതരം പക്ഷികൾ തുടങ്ങിയവയുടെ വാസസ്ഥലം കൂടിയാണ് തെരിക്കാട്. ഇതിന് മധ്യത്തിലായി ഒരു ക്ഷേത്രവുമുണ്ട്, അരുൾമികു കറുകുവേൽ അയ്യനാർ കോവിൽ. നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രദേശത്തിന്റെ ചരിത്രമൂല്യം നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ്. സംഘകാല കൃതികളിലടക്കം ഈ പ്രദേശത്തെക്കുറിച്ച് പരാമർശമുണ്ട്. പ്രാചീന കാലത്ത് കടൽ വഴിയുള്ള വ്യാപാരം ഈ പ്രദേശം കേന്ദ്രീകരിച്ച് നടന്നിരുന്നു എന്നതിന്റെ തെളിവുകൾ ഉത്ഖനനത്തിലൂടെ ലഭിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട മനുഷ്യവാസ കേന്ദ്രം കൂടിയായിരുന്നു ഇത് എന്നതിനും തെളിവുകളുണ്ട്. എല്ലാ പ്രദേശങ്ങളിലും എന്നതുപോലെ തെരിക്കാടും മനുഷ്യന്റെ കടന്നുകയറ്റം പ്രകൃതിയെ നശിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നത് അങ്ങേയറ്റം ദുഃഖകരമാണ്. ഇവിടെ പലയിടങ്ങളിലും മണ്ണെടുപ്പ് യന്ത്രങ്ങളുടെ നിത്യ സാന്നിധ്യമുണ്ട്. കുഴിക്കാവുന്നിടത്തെല്ലാം കുഴിക്കുന്നു, ഇടിക്കാൻ കഴിയുന്നിടത്തെല്ലാം ഇടിക്കുന്നു, കിട്ടാവുന്നതെല്ലാം കടത്തുന്നു. തെരിക്കാടിന്റെ സ്വാഭാവികത നഷ്ടപ്പെടുത്താൻ ഈ കയ്യേറ്റം ഇടയാക്കുമെന്ന പേടിയിലാണ് പരിസ്ഥിതി പ്രേമികൾ. മനുഷ്യന്റെ കടന്നുകയറ്റം അനിയന്ത്രിതമാകുന്നതോടെ ഭൂമിയുടെ വൈവിധ്യം നിലനിർത്തുക ഇനി അങ്ങോട്ട് എത്രത്തോളം പ്രയാസകരമാണ് എന്നതിൻ്റെ ചെറിയൊരു ഉദാഹരണം മാത്രമാണ് തെരിക്കാട്ടെ ഭൂമി.